ധനകാര്യ മേഖലയിൽ അതിവേഗ വളർച്ച കൈവരിച്ച ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ധനലക്ഷ്മി ഗ്രൂപ്പും ലയൺസ് ക്ലബ് 318 ചേർന്ന 100 പേർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി വിതരണം ചെയ്തു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ദിനകരങ്ങളാൽ തന്നെ നമ്മുടെ ഫ്രീ ആർട്ടിഫിഷ്യൽ ക്യാമ്പ് ഇവിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് ഏവരെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുന്നു. 100 കൃത്രിമ കാലുകൾ നൽകിയതിലൂടെ ധനലക്ഷ്മി ഗ്രൂപ്പ് സഹായിച്ചത് 100 കുടുംബങ്ങളെയാണെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. 100 പേർക്ക് ഇന്ന് അവർക്ക് ആർട്ടിഫിഷ്യലൊക്കെ കൊടുക്കുക ഒരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, ഇതുകൊണ്ട് ആ 100 കുടുംബങ്ങൾ നമുക്കറിയാം, അവർ ചിലപ്പോൾ അവർക്ക് ജോലി ചെയ്യുന്ന മേഖലയിൽ ഇത് വലിയ ഉപകാരമായി പോവാണ്, നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമൂഹത്തിനകത്ത് വളരെയധികം കഷ്ടപ്പെടുന്നവരുണ്ട്. അവരെ സഹായിക്കാൻ ഇതുപോലെയൊക്കെ സംഘടനകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. ചടങ്ങിൽ മേയറെ ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് ആദരിച്ചു. തുടർന്ന് കൃത്രിമ കാലുകളുടെ വിതരണവും നടന്നു. പ്രിയപ്പെട്ടവരുണ്ട്, ധനലക്ഷ്മിയുടെ എല്ലാവരും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് നമ്മൾ ഈ ഒരു ചടങ്ങ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നല്ലൊരു കൈയടിയൊക്കെ നൽകുക നമ്മുടെ ഒരു സന്തോഷമല്ലേ, ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സന്തോഷമാണ്. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വളർച്ചയുടെ പാതയിൽ വലിയ പ്രചോദനമാണെന്ന് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് പറഞ്ഞു. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിനെ തീരുമാനിച്ചതായും ജനുവരിയിൽ യുവരാജ് സിംഗ് തൃശൂരിലെ ആസ്ഥാന മന്ദിരം സന്ദർശിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഈ വരുന്ന ജനുവരിയിൽ യുവരാജ് സിംഗിനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് യുവരാജ് സിംഗ് ആയിരിക്കും ഇനി കമ്പനിയെ ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും ദൃശ്യമാധ്യമങ്ങളെയും അറിയിക്കാനായി ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ധനലക്ഷ്മി ഗ്രൂപ്പ് ഈ വാർഷിക ദിനത്തിൽ, അതായത് ആഗസ്റ്റ് 24-ാം തീയതി 100 പേർക്കുള്ള കാലുകൾ നൽകുമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2030-ൽ ധനലക്ഷ്മിയുടെ 10ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 500 ജോഡി സമൂഹ വിവാഹം, 1000 പേരുടെ സമൂഹ വിവാഹം തേക്കിൻകാട് മൈതാനത്ത് എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളെയും ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു സമൂഹ വിവാഹം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീണ്ടും ഈ അവസരത്തിൽ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ധനലക്ഷ്മി ഗ്രൂപ്പ് ഹോൾ ടൈം ഡയറക്ടർ ശ്യാംദേവ്, ഡയറക്ടർമാരായ സുരാജ് KB, ബൈജു S ചുള്ളിയിൽ, സുനിൽകുമാർ K തുടങ്ങിയവരും, ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർമാരും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.